ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സിനിമയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടാകും. സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ സിനിമയിലെ മെയിൻ വില്ലനായ കസാൻഡർ നോവ എന്ന കഥാപാത്രം എക്സ്മാനിലെ പ്രൊഫസർ എക്സിൻ്റെ സിസ്റ്ററാണ്. ഈ ഒരു ക്യാരക്ടർ 2001 ഇറങ്ങിയ ന്യൂ എക്സ്മാൻ ഇഷ്യൂ നമ്പർ 114 ആദ്യമായിട്ട് വരുന്നത്. ടിവിയിലെ ഒരു ഓഫീസറായ മിസ്റ്റർ പാരഡോക്സ് എന്ന ക്യാരക്ടർ ആങ്കർ ബീയിങ് ഇല്ലാതെയായ ടൈം ലൈനുകളെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ടൈം റിപ്പർ എന്നൊരു മെഷീൻ ഉണ്ടാക്കുന്നു. ആദ്യം ആങ്കർ ബീൻ എന്താണെന്ന് പറയാം. ഓരോ ടൈം ലൈനിലും ആ ടൈം ലൈനിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാകും. ഇൻ കേസ് ആ ക്യാരക്ടർ മരണപ്പെട്ടാൽ പതുക്കെ ആ ടൈം ലൈൻ ഇല്ലാതെയാകും. ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവാൻ ചിലപ്പോൾ വർഷങ്ങളെടുത്തേക്കുമെന്ന് മിസ്റ്റർ പാരഡോക്സ് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഈ ഒരു പ്രോസസ് വളരെ വേഗത്തിലാകാൻ വേണ്ടിയാണ് ടൈം റിപ്പർ എന്നൊരു മെഷീൻ അയാൾ കണ്ടെത്തിയത്. അതുവച്ച് ഏതൊരു ടൈം ലൈനും വളരെ വേഗത്തിൽ ഇല്ലാതാക്കാൻ ആർക്കും കഴിയും. കൂടാതെ ടിവിയുടെ മുഴുവൻ കൺട്രോൾ സ്വന്തമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി മിസ്റ്റർ പാരഡോക്സിനുണ്ട്. 2017 ഇറങ്ങിയ ലോഗൻ എന്ന സിനിമയിൽ വോൾവറിൻ മരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇവന്റിനെ ഡയറക്റ്റായി ഈ സിനിമയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറായിരുന്നു എക്സ്മാൻ ഡെഡ്പൂൾ സിനിമകൾ ഉൾപ്പെടുന്ന ടൈം ലൈനിൻ്റെ ആങ്കർ ബീയിങ്. അതുകൊണ്ട് തന്നെ അടുത്തതായി ടൈം റിപ്പർ മിഷൻ ഉപയോഗിച്ച് ഇല്ലാതാകാൻ പോകുന്നത് ഡെഡ്പൂളിൻ്റെ ആ ഒരു ടൈം ലൈനെയാണ്. പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു വലിയ ഇവൻറ്റിൽ അവഞ്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഡെഡ്പൂളിന് വേണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഡെഡ്പൂളിന് മാത്രം മിസ്റ്റർ പാരഡോക്സ് ഒരു ഓഫർ കൊടുക്കുകയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മെയിൻ ടൈം ലൈനിലേക്ക് പോകാനുള്ള ഒരു ഓഫർ. കൂടാതെ അവഞ്ചേഴ്സ് ടീമിലെ ഒരു മെമ്പർ കൂടിയായിരിക്കും ഡെഡ്പൂൾ. അടുത്ത അവഞ്ചേഴ്സ് സിനിമകളിൽ ഡെഡ്പൂളും ഉണ്ടാകുമെന്നുള്ളൊരു ഹിൻ്റാണ് ഈ സീനുകളൊക്കെ നൽകുന്നത്. അതിനുശേഷം ഡെഡ്പൂളിന് അവിടെ വെച്ച് ഒരു പുതിയ കോസ്റ്റ്യൂമും കിട്ടുന്നു. ആ ഒരു സീൻ ബാറ്റ്മാൻ ആൻഡ് റോബിൻ എന്ന DC സിനിമയിലെ വളരെ ഇൻഫേമസ് ആയിട്ടുള്ള സൂട്ടപ്പ് സീനിൻ്റെ ഒരു പാരഡിയാണ്. അതിനുശേഷം മിസ്റ്റർ പാരഡോക്സിൽ നിന്നും തൻ്റെ ടൈം ലൈൻ ഉടൻ തന്നെ ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കിയ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൽ നിന്നും മരിച്ചുപോയ വോൾവറിന് പകരം മറ്റൊരു വോൾവറിൻ വേരിയൻറ്റിനെ ഈ ഒരു ടൈം ലൈനിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അതിനായി ടിവിയിൽ നിന്നും ടെമ്പേർഡ് എന്ന ഡിവൈസ് എടുത്തതിന് ശേഷം അതുപയോഗിച്ച് പല ടൈം ലൈനിലേക്കും ഡെഡ്പൂൾ പോകുന്നു. അതിനുശേഷമാണ് നമ്മൾ സിനിമയിൽ വോൾവറിൻ്റെ പല രീതിയിലുള്ള വേരിയൻറ്റിനെ കണ്ടുമുട്ടുന്നത്. ഒറിജിനൽ കോമിക്സിലെ പോലെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വോൾവറിൻ്റെ വേരിയൻറ്റും, അതുപോലെ തന്നെ ഹൾക്കുമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു വേരിയൻറ്റും, അതുപോലെ തന്നെ ഹാൻവി ക്യാവിലിൻ്റെ ഒരു ലോഗൻ വേരിയൻറ്റും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അങ്ങനെ പല ടൈം ലൈനും എക്സ്പ്ലോർ ചെയ്യുന്ന ഡെഡ്പൂൾ ഒരു റാൻഡം ലോഗൻ ക്യാരക്ടറിൻ്റെ വേരിയൻറ്റിനെ TVA കൊണ്ടുവരുന്നു. ഇത് കാണുന്ന മിസ്റ്റർ പാരഡോക്സ് ആ ഒരു വേരിയൻറ്റിൻ്റെ ചരിത്രം ഡെഡ്പൂളിനോട് പറയുന്നു. ഈ ഒരു വോൾവറിൻ കാരണം ആ യൂണിവേഴ്സിലെ മുഴുവൻ എക്സ്മാൻ ടീം തന്നെ ഇല്ലാതായി എന്ന് ഡെഡ്പൂളിന് മനസ്സിലാകുന്നു. ഈ ഒരു വേരിയൻറ്റിന് എക്സ്മാൻ ടീമുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരുന്നില്ല. എക്സ്മാൻ ടീമിലെ മെമ്പറായിരുന്നു, പക്ഷേ ഒരു ടീമിന് വേണ്ട റൂൾസ് ഒന്നും പാലിക്കാത്ത ഒരു വേരിയൻ്റ് ആയിരുന്നു ഇത്. കൂടാതെ മറ്റുള്ള ടീം മെമ്പേഴ്സ് എത്ര പറഞ്ഞിട്ടും സ്വന്തം കോസ്റ്റ്യൂം പോലും യൂസ് ചെയ്യാത്ത ഒരു വേരിയൻ്റ് ആയിരുന്നു ഇത്. ഒരു ദിവസം എക്സ്മാൻ ടീമിൻ്റെ താമസ സ്ഥലത്ത് ഒരു കൂട്ടം മനുഷ്യർ വരികയും എക്സ്മാൻ ടീമിലെ എല്ലാവരെയും വേട്ടയാടി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് വോൾവറിൻ അവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന അയാൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന അയാളുടെ ടീമിനെയാണ്. ഈ ഒരു ഗിൽട്ടിലാണ് ഈ ഒരു വേരിയൻ്റ് ജീവിക്കുന്നത്. ഒടുവിൽ ടീമിൻ്റെ മരണശേഷമാണ് വോൾവറിൻ സ്വന്തം കോസ്റ്റ്യൂം പോലും യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അവരുടെ ഓർമ്മയ്ക്ക്. അതിനുശേഷം ഡെഡ്പൂളിനെയും വോൾവറിനെയും ബ്രൂം ചെയ്ത് വോയിഡിലേക്ക് അയക്കുന്നു. ഈ വോയിഡ് എന്ന സ്ഥലത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ ലോക്കി സീസൺ 1 കണ്ടത് തന്നെയാണ്. അവിടെ എത്തുന്ന അവർ ക്രിസ് എവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നു. ഇതിനിടയിൽ നമ്മൾ ഫോക്സ് സിനിമകളിൽ കണ്ട പല ക്യാരക്ടേഴ്സ് ഇവരെ ആക്രമിക്കാൻ വരുന്നതായി ഇവർ കാണുന്നു. അതിനിടയിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ വേരിയൻ്റാണെന്ന് വിചാരിച്ച ഡെഡ്പൂൾ വളരെ ആവേശം കൊള്ളുന്നു. പക്ഷേ ഇവർ അടുത്തെത്തിയതിനു ശേഷം ഈ ക്യാരക്ടർ ഫ്ലൈങ് ഓൺ എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് പറന്നുയരുന്നു. സംഗതി ആ ക്യാരക്ടർ 2005 ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിലെ ഹ്യൂമൻ ടോർച്ചായിരുന്നു. ക്രിസ് ഇവൻസ് തന്നെയായിരുന്നു ആ കഥാപാത്രം ആ സിനിമയിൽ ചെയ്തിരുന്നത്. ഈ വന്നവരുടെ കൂട്ടത്തിൽ സേവർ ടൂത്തും ഉണ്ടായിരുന്നു. ഈ സേവർ ടൂത്തുമായിട്ട് വോൾവറിൻ്റെ ഒരു കിടലൻ ഫൈറ്റ് സിനിമയിലുണ്ട്. അതാണ് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടത്. വോയിഡിൽ എത്തിപ്പെടുന്നവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ കസാൻഡർ നോവയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആലിയത്തിൻ്റെ ഭക്ഷണമാക്കാം. ഇതുപോലെ വോയിഡിൽ എത്തിപ്പെട്ടതിന് ശേഷം കസാൻഡർ നോവയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വേരിയൻറ്റുകളാണ് ഡെഡ്പൂളിനെയും അതുപോലെ തന്നെ വോൾവറിനെയും ഹ്യൂമൻ ടോർച്ചിനെയൊക്കെ ആക്രമിക്കാൻ വന്നത്. ഇവർ 3 പേരെയും കസാൻഡർ നോവയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. കസാൻഡർ നോവ വളരെ പണ്ട് വോയിഡിലേക്ക് എത്തിപ്പെട്ട ഒരു ആൻഡ്മാൻ്റെ ഡെഡ് ബോഡിയിലാണ് താമസിക്കുന്നത്.
അതൊരു ബേസാക്കി കൺവേർട്ട് ചെയ്ത് അതിനകത്താണ് ഈ ക്യാരക്ടർ താമസിക്കുന്നത്. അവിടെ എത്തിപ്പെട്ട അവർക്ക് കസാൻഡ്ര നോവ തൻ്റെ ഒപ്പം ചേരാൻ വേണ്ടി ഒരു ഓഫർ കൊടുക്കുന്നു. അവർ ആ ഓഫർ റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ ഡെഡ്പൂളിൻ്റെ ഒരു ചെറിയ തമാശ കൊണ്ട് ഹ്യൂമൻ ടോർച്ചിനെ കസാൻഡ്ര നോവ കൊല്ലുന്നു. ആലിയത്തിനെ മറികടന്ന് കസാൻഡ്ര നോവയുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. ആലിയത്ത് എന്നുള്ളത് ഈ വോയിഡിലുള്ള ഒരു ടീച്ചറാണ്. അത് നമ്മൾ ലോക്കി സീസൺ 1 കണ്ടിട്ടുണ്ട്. ഈ വോയിഡിൽ വെച്ച് തന്നെയാണ് അവർ നൈസ് ബോളിനെയും ഡോഗ് ബോളിനെയും ഒക്കെ പരിചയപ്പെടുന്നത്. ആ സീനൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നൈസ് ബോളിൻ്റെ സഹായത്തോടെ ഒരു കാറിൽ അവിടെയുള്ള മറ്റ് മ്യൂട്ടൻസിനെ തേടിപ്പോകുന്ന ഡെഡ്പൂളും വോൾവറിനും. ഇവർ ഈ കാർ ഓടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡെഡ്പൂൾ വോൾവറിനോട് ചോദിക്കും, അഥവാ നിന്റെ യൂണിവേഴ്സ് പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന്. ഇത് കേൾക്കുന്ന വോൾവറിന് ആകെ ദേഷ്യം വരുന്നു. കാരണം ഈ ഒരു കാര്യത്തിൽ ഡെഡ്പൂളിനെ സഹായിച്ചാൽ തൻ്റെ യൂണിവേഴ്സ് പഴയതുപോലെ ആക്കിത്തരാമെന്ന് ഡെഡ്പൂൾ പ്രോമിസ് ചെയ്തിരുന്നു. സംഗതി ഒരു വാക്ക് തന്നെയാണ് ഡെഡ്പൂൾ കൊടുത്തത്. എന്തായാലും ഇതിന് ശേഷം ലോഗൻ്റെ യൂണിവേഴ്സ് പഴയതുപോലെ ആക്കിത്തരാം എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ സിനിമയിൽ നടക്കുന്നുണ്ട്. കാറിൽ ഫൈറ്റ് ചെയ്ത് കാറിൽ തന്നെ ബോധം കെട്ട് വീഴുന്ന അവരുടെ കാറ് ഏതോ ഒരാൾ വന്ന് ഇവരെ ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ ആ കാറിൽ ഡെഡ്പൂളും വോൾവറിനും ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ണ് തുറക്കുന്ന ഡെഡ്പൂൾ കാണുന്നത് തൊട്ടടുത്ത് നിന്നും ലിക്കർ കഴിക്കുന്ന വോൾവറിനെയാണ്. അതിനുശേഷം അവിടെ വെച്ച് അവർ 1998 ഇറങ്ങിയ ബ്ലേഡ് സിനിമയിലെ ബ്ലേഡ്, 2005 ഇറങ്ങിയ എലക്ട്ര സിനിമയിലെ എലക്ട്ര, അതുപോലെ തന്നെ 2017 ലോഗൻ സിനിമയിലെ X-23 ഇവരൊക്കെ കാണുന്നു. കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്ത ഒരു സിനിമയായിരുന്നു ഗാംബറ്റ് സ്പിൻ ഓഫ് മൂവി. അത് ഒരിക്കലും നടന്നില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ക്യാമിയോ ചെയ്യുന്നുണ്ട്. ഇവരുടെ കൂടെ തന്നെ ആ ക്യാരക്ടറുമുണ്ട്. പക്ഷേ ഇവരുടെ കൂടെ തന്നെ ഡെയർഡെവിളും പണിഷറും ഒക്കെ ഉണ്ടായിരുന്നെന്നും അവർ മരിച്ചുപോയി എന്നും എലക്ട്ര പറയുന്നുണ്ട്. മിക്കവാറും ഡെയർഡെവിളിൻ്റെ ക്യാരക്ടർ 2003 ഇറങ്ങിയ ഡെയർഡെവിൾ സിനിമയിലെ ബെൻ ആഫ്ലെക്ക് ആയിരിക്കും. ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഉണ്ടാകുമെന്നൊരു റൂമർ ഉണ്ടായിരുന്നു. കസാൻഡ്ര നോവയുടെ പവർ ഇല്ലാതാക്കാൻ ജഗർനോട്ടിൻ്റെ ഹെൽമെറ്റ് എടുത്ത് അവളുടെ തലയിൽ വെച്ച് കൊടുത്താൽ മതിയെന്ന് മനസ്സിലാക്കുന്ന ഡെഡ്പൂൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടി കസാൻഡ്ര നോവയെ നേരിടാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ചൊരു വലിയൊരു ഫൈറ്റ് തന്നെ സംഭവിക്കുന്നു. ഇതിനിടയിൽ X-23 ജഗർനോട്ടിൻ്റെ ഹെൽമെറ്റ് ഡെഡ്പൂളിന് എടുത്തു കൊടുക്കുന്നു. ഡെഡ്പൂൾ ആ ഹെൽമെറ്റ് കസാൻഡ്ര നോവയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു. ആ ഒരു ക്യാരക്ടറിൻ്റെ പവർ മുഴുവനായിട്ട് പോകുന്നു. ഡെഡ്പൂൾ ആ ക്യാരക്ടറിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ വോൾവറിൻ അത് വേണ്ടെന്ന് പറയുന്നു. കാരണം ഇവിടെ പ്രൊഫസർ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവളെ കൊല്ലാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഡെഡ്പൂൾ അവളെ വെറുതെ വിടുന്നു. ഇതിന് പകരമായി കസാൻഡ്ര നോവ പണ്ട് കൊലപ്പെടുത്തിയ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഏതോ ഒരു വേരിയൻറ്റിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ സ്ലിംഗ് റിംഗ് ഉപയോഗിച്ച് ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിലേക്കുള്ള ഒരു പോർട്ടൽ തുറക്കുന്നു. അവർ രണ്ടുപേരും തിരിച്ച് സ്വന്തം യൂണിവേഴ്സിലേക്ക് പോകുന്നു. ടൈം റിപ്പർ എന്ന ഡിവൈസ് ഉപയോഗിച്ച് എല്ലാ ടൈം ലൈനെയും ഇല്ലാതാക്കിയതിന് ശേഷം ഒടുവിൽ വോയിഡിനെ മാത്രം നിലനിർത്തി അവിടെ ഒരു ഗോഡിനെ പോലെ ജീവിക്കാൻ കസാൻഡ്ര നോവ തീരുമാനിക്കുന്നു. അതിനായി അവരോടൊപ്പം അതേ യൂണിവേഴ്സിലേക്ക് കസാൻഡ്ര നോവയും വരുന്നു. കുറേ കഴിയുമ്പോൾ അതുവഴി നൈസ് പൂളും ഡോഗ് പൂളും ഒക്കെ വരുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഡെഡ്പൂളിൻ്റെ പല വേരിയൻറ്റുകൾ ചേർന്നിട്ടുള്ള ഡെഡ്പൂൾ ക്രോപ്സ് എന്നൊരു ടീം തന്നെ അവിടേക്ക് വരുന്നുണ്ട്. ആ ഒരു ടീമും പിന്നെ നമ്മുടെ ഒറിജിനൽ ഡെഡ്പൂളും വോൾവറിനും ഒക്കെ കൂടി ഒരു വലിയ ഫൈറ്റ് രംഗം തന്നെ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നത്. പക്ഷേ ഫൈറ്റൊക്കെ കഴിയുമ്പോഴേക്കും കസാൻഡ്ര നോവ മിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ മിഷനിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ മിഷന് പവർ കൊടുക്കുന്ന മാറ്ററും ആൻറ്റി മാറ്ററും തമ്മിൽ ഒരാൾ ഫിസിക്കലി പോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മിഷൻ ഇല്ലാതാകുമെന്ന് മിസ്റ്റർ പാരഡോക്സ് പറയുന്നു. പക്ഷേ ആരങ്ങനെ ഫിസിക്കലി കണക്ട് ചെയ്യുന്നോ അതിൻ്റെ കൂടെ അവരും മരിക്കുമെന്ന് പാരഡോക്സ് പറയുന്നുണ്ട്. സിനിമയുടെ അവസാനം ഈ ഒരു കാര്യം ആര് ചെയ്യുമെന്ന് ഡെഡ്പൂളും വോൾവറിനും തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നെങ്കിലും അവസാനം രണ്ടുപേരും മാറ്ററും ആൻറ്റി മാറ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്നു ഫിസിക്കലി. പക്ഷേ ഇവർ രണ്ടുപേരും ജീവനോടെ തന്നെ തിരിച്ചു വരുന്നു. പിന്നീട് ഈ വോൾവറിനും X-23 ഒക്കെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൽ താമസിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ കഥ വളരെ സിമ്പിളാണ്. പക്ഷേ സിനിമ നല്ല രീതിയിൽ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. ഒരുപാട് കാലമായി നല്ലൊരു മാർവൽ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള സിനിമ തന്നെയാണ്. ഒരുപാട് കാലത്തിന് ശേഷം ഇറങ്ങിയ നല്ലൊരു മാർവൽ സിനിമ അതാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഈ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.